മാസത്തെ അവധി കഴിഞ്ഞിട്ട് നാളെ സ്കൂളിൽ പോകല്ലേ. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നോട്ട് ബുക്കെല്ലാം കുഞ്ഞു മക്കൾക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കവർ ചെയ്തിട്ട് നല്ല മഴ നനയാതെ കുതിരാതെ നല്ല അടിപൊളിയായിട്ട് കൊണ്ടുപോകണ്ടേ, ഒരു കൊല്ലത്തേക്ക് എത്തിക്കണ്ടേ. അപ്പോൾ നമുക്കൊരു ബുക്ക് കവർ ചെയ്യുന്ന വീഡിയോ ആണ് ഇത് കുഞ്ഞു മക്കൾക്കെല്ലാം ഇഷ്ടപ്പെടും. അപ്പോൾ ചില കുട്ടികളെല്ലാം ഒരു കാണാൻ ഭംഗിയില്ലാത്ത തരത്തിൽ പൊതിഞ്ഞു കൊണ്ടിരുന്നത് നമ്മൾ സ്കൂളിൽ നിന്ന് പോകുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചെറിയൊരു വീഡിയോ, ആ കവറിങ് അഴിഞ്ഞു പോവാതെ ക്ലിപ്പോ ഒന്നും അടിക്കണ്ട. ചിലവർ ക്ലിപ്പെല്ലാം അടിച്ചിട്ട് സ്റ്റാപ്ലറെല്ലാം അടിച്ചിട്ട് ഒരു കാണാൻ ഒരു ഭംഗിയില്ലാതെ പോലെ ഉണ്ടാവും. അപ്പോൾ ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയിൽ ഒരു കവർ ചെയ്യുന്ന വീഡിയോ ആണ് ഇത്. എളുപ്പത്തിൽ ചെയ്യാം. നല്ല പേപ്പർ വാങ്ങിച്ചിട്ടുണ്ട്, വെള്ളം നനഞ്ഞു കഴിഞ്ഞാലും കുതിരാത്ത ടൈപ്പ് പേപ്പറെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇതുപോലത്തെ ലാമിനേറ്റഡ് ടൈപ്പ് പേപ്പർ തന്നെ മോനി കാണും. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇത് കുതിർന്നു. ഇതിൽ രണ്ട് ടൈപ്പും വരുന്നുണ്ട്. പുറത്ത് കോട്ടിങ്ങിന്റെ ടൈപ്പ് തന്നെ മോനി കാണും. എന്നാൽ അഥവാ ചെറിയൊരു പൊടിമഴ നനഞ്ഞു കഴിഞ്ഞാലും പേപ്പറിലേക്ക് നനയില്ല. അല്ലേ, പേപ്പർ കണ്ടുവാ. സ്കൂൾ തുറക്കുന്നതിന് മുന്നേ ടെക്സ്റ്റ് ബുക്കും അതെല്ലാം കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പുതിയ ടെക്സ്റ്റ് ബുക്കെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ 2-3 ദിവസമായി വന്നിട്ട്. അപ്പോൾ ഇത് മേടിച്ചു മേടിച്ചു. അപ്പോൾ നാളത്തേക്ക് കുറച്ച് നോട്ട് ബുക്ക് മാത്രമാണ് ഇന്ന് കവർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ബാക്കി ക്ലാസ് തുടങ്ങുന്നതിന് കണക്കായിട്ട് റെഡിയാക്കാം. അപ്പോൾ ഇത് ഫോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്കെയിലിന്റെ വീതി അല്ല, ഏകദേശം ഒരു 1.5 ഇഞ്ച് വീതിയിൽ എടുത്താൽ മതി. അതേപോലെ തന്നെ ഈ രണ്ട് ഭാഗത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കറക്റ്റ് അളവിൽ കിട്ടും. അപ്പോൾ രണ്ട് സൈഡ് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ഭാഗത്ത് ഓരോ സ്കെയിലിന്റെ വീതി ഒരു 1.5 ഇഞ്ച് വരെ 1 ഇഞ്ച് വീതിയിൽ, എന്നാൽ കൃത്യമായ അളവിൽ കിട്ടും. കറക്റ്റായി. അതേപോലെ ഇപ്പുറവും മടക്കുക. രണ്ട് സൈഡും ഇതേപോലെ റെഡിയാക്കിയിട്ട് ഒരു ബ്ലേഡ് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ എളുപ്പത്തിൽ സംഭവമായി. നല്ല രീതിയിൽ മടക്കി അതൊന്ന് അതിൻ്റെ ഒരു പേപ്പർ കുടുങ്ങി നിൽക്കുന്ന വിധത്തിൽ ആക്കി വെച്ച് കഴിഞ്ഞാല് അതേപോലെ തന്നെ താഴത്തെ ഭാഗവും മുകളിലത്തെ ഭാഗവും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് റെഡിയായി. പിന്നീട് മടക്ക് വരുന്ന ഭാഗം ഒരു കോർണർ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുക. കുറച്ചൊന്ന് ടേപ്പറായിട്ട് കട്ട് ചെയ്താൽ തിരിച്ച് മടക്കുന്ന സമയത്ത് കുറച്ചൊരു ഭംഗിയുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒന്ന് ടേപ്പറായിട്ട് മടക്കി കട്ട് ചെയ്ത് കൊടുക്കുക. ഈ ലെവലിൽ മടക്കി കട്ട് ചെയ്ത് കൊടുക്കുക. ഈ കട്ട് ചെയ്ത ആ ഒരു സൈഡ് ഇതൊരു ലോക്ക് ടൈപ്പിലാണ് നിന്നോളൂ. അതുപോലെ തന്നെ എല്ലാ സൈഡും ഇതേപോലത്തെ ചെയ്താൽ നമ്മളെ ഇടുന്ന ആ പേപ്പറിന്ന് ഒരു ലോക്കായി. അപ്പൊ ഈ ഒരു സൈഡ് ഇതൊന്ന് നല്ലോണം മടക്കി കട്ട് ചെയ്ത് ലൈൻ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ മടക്കിയാൽ ആ പേപ്പറിന് ചുളിവോ കാര്യമൊന്നും ഉണ്ടാവില്ല. സിമ്പിളായിട്ട് സംഭവം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു സൈഡായി ബുക്കിന് അതേ അളവ് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. കൃത്യമായി മടക്കിയില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ കുറെ നോട്ടും ടെക്സ്റ്റും ഇതെല്ലാം ബാഗിലേക്ക് വെക്കുന്ന സമയത്ത് ഒതുങ്ങി നിൽക്കാതെ ഒരു കണ്ടീഷൻ ആവും. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കൊണ്ടുവരാനും അതുപോലെ തന്നെ ബുക്ക് ചീത്തയാകാതെ നിൽക്കാനും എല്ലാം ഒരുപാട് പ്രാവശ്യം എടുക്കുകയും വെക്കുകയും ചെയ്യേണ്ടല്ലേ. കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഈ സൈഡും കട്ട് ചെയ്ത് അങ്ങ് കളയുക. ഈ ഭാഗം ടേപ്പർ കട്ട് ചെയ്യുക. അവിടെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഈ താഴത്തെ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക.
അവിടെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. നല്ല ഒരു മടക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ബുക്ക് നല്ല കവറിങ് ആയി. ഇനി ഇതിന് ക്ലിപ്പ് അടിക്കുകയോ അല്ലെങ്കിൽ കാശീട്ട് ഒട്ടിക്കേണ്ടയോ ആവശ്യമില്ല. ഇനി അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ, കാണാൻ നല്ല ഭംഗിയില്ലേ? ഇവിടെ ഒരു ടേപ്പറിലായിട്ട് കാണാൻ നല്ല ഭംഗിയില്ലേ? ഇത് നല്ല കറക്റ്റായി ഒട്ടി പിടിച്ചവിടെ നിൽക്കും. ഇനി ഗം ഇട്ടിട്ടില്ലെങ്കിലും നല്ല ഭംഗിയായിട്ട് ഇവിടെ നിന്നോളും. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു കുറച്ചൊരു ഗമ്മ് ഈ 4 കോണിലും ചെറുതായിട്ടൊന്ന് മുട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഓക്കെ ആയി. ഇതില് ഗമ്മില്ല. അപ്പോ ഇത് ഗമ്മ് കുറച്ച് കുറവാണ്. അപ്പൊ അത്രേ പോകണ്ട. ഒരു തലക്കൊരു കുറച്ച് ഭാഗത്തേക്ക് ഒരു ചെറുതായിട്ടൊന്ന് മുട്ടിച്ചു കൊടുത്താൽ അവിടെ നിൽക്കും. അത്രയും മതി. പ്രസ് ചെയ്ത് വെച്ചാൽ അതവിടെ ഒട്ടിക്കിടന്നോളും. ഇതേപോലെ ഒന്ന് ഇതിന്റെ അടുത്ത ഭാഗത്തും ചെയ്യാം. എന്ന് നമ്മളെ ബുക്ക് കവറിങ് ആയി. ഒരു ശകലം ഗമ്മ് 2 കോണിലും ഇട്ട് ഇവിടെ ഒന്ന് ഇട്ട് കൊടുത്ത് ഒരു പൊട്ട് തൊടുന്ന പോലെ കൊണ്ടു നേരത്തെ പോലെ തന്നെ തിരിച്ച് അതേ സ്ഥാനത്തേക്ക് നമ്മളത് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കൊണ്ടുപോകാനും കൊണ്ടുവരാനും അതുപോലെ തന്നെ സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ ഉപയോഗിച്ച് നോക്കാനും എല്ലാം നല്ല സുഖമുണ്ടാവും. വളരെ ഈസി അല്ലേ? ഇനി ഇതൊന്നും ഇളകി പോവോ അല്ല, ഇനി ഒരു വർഷം ഇതേപോലെ വെച്ചാലും ഉപയോഗിച്ചാലും ഇതിന് മറ്റ് കംപ്ലൈന്റ് ഒന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ പേപ്പർ കോട്ടിംഗ് ഉള്ളതായതുകൊണ്ട് ചെറിയൊരു മഴേന്റെ വെള്ളം നനഞ്ഞാലോ ഇത് കുതിർന്നു പോവോ ഒന്നും ചെയ്യില്ല. ഓക്കെ, നാളെ എല്ലാ കൊച്ചുമക്കളും സ്കൂളിലേക്ക് പോകുന്നതല്ലേ. അപ്പോ കൊച്ചുമക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും.